അരുൺ, നോക്കിക്കേ, ഇത് നമ്മുടെ അനൂപല്ലേ? അതേടാ, ഇവൻ എങ്ങനെയാ മരിച്ചത്? ഇത്ര പെട്ടെന്നോ? ഹോ, വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇവൻ എന്താടാ സംഭവിച്ചത്? ഇടയ്ക്ക് ഞാൻ അവനെ കണ്ടിരുന്നു, മദ്യപിച്ച് ലെക്ക് കേട്ട്. എന്നെ കണ്ടിട്ട് അവന് മനസ്സിലായതുപോലുമില്ല. ശരിക്കും കഷ്ടമായിപ്പോയി. അതെങ്ങനെ സംഭവിച്ചടാ? നമ്മുടെ കൂടെ പഠിക്കുമ്പോൾ ഇവനായിരുന്നല്ലോ എല്ലാ വിഷയങ്ങളും ഒന്നാമത്. പിന്നെ അവൻ എന്തു പറ്റി? ഞാൻ 10ാം ക്ലാസ് ശേഷം അവനെ കണ്ടിട്ടേയില്ല. എടാ, യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണെന്ന് എനിക്കും അറിയില്ല. 10ൽ വെച്ച് തന്നെ അവൻ പുതിയ ഫ്രണ്ട്സുമായിട്ട് കൂടി. അതിനിടയ്ക്ക് പ്രേമവും തലയ്ക്ക് പിടിച്ചു. ഏതായാലും 10ാം ക്ലാസ് കഷ്ടിച്ച രക്ഷപ്പെട്ട്. കഷ്ടം. നല്ല ഭാവിയുള്ളവനായിരുന്നു. ഇപ്പോൾ എല്ലാം നശിപ്പിച്ചു. കണ്ടില്ലേ, 23ാം വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ചു. എനിക്ക് അവൻ്റെ അച്ഛനെ അറിയാം. ഒരു സ്കൂൾ മാഷാ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താ അവൻ്റെയും വീട്. ഞായറാഴ്ച വീട്ടിൽ പോകുമ്പം നമുക്ക് അവൻ്റെ വീട്ടിലും കൂടെ പോയാലോ? ശരി, എങ്കിൽ ഞാനും വരാം. നമ്മൾ ചെല്ലുന്ന അദ്ദേഹത്തിന് ഒരു ആശ്വാസമായിരിക്കും. അച്ഛാ, ഞാൻ എബിയാണ്, അനൂപിൻ്റെ സുഹൃത്ത്. കയറിയിരിക്കും മക്കളെ. അച്ഛാ, ഇത് അരുൺ. എൻ്റെയും അനൂപിൻ്റെയും കൂടെ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. സംഭവങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു അച്ഛാ. ഞങ്ങൾ കോളേജിലായിരുന്നു, അവധി കിട്ടിയില്ല. അതുകൊണ്ട് ആ സമയത്ത് എത്താനായിട്ട് പറ്റിയില്ല. മക്കളെ, ഒത്തിരി സ്വപ്നങ്ങളോടെയാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയത്. ഒടുവിൽ അച്ഛാ, പതിയെ. മക്കളെ, നിങ്ങളെങ്കിലും അറിയണം എൻ്റെ അനൂപിന് എന്താ സംഭവിച്ചതെന്ന്. വരൂ മക്കളെ, നമുക്കൊരൽപ്പം നടക്കാം. മക്കളെ, നിങ്ങളെങ്കിലും അറിയണം എൻ്റെ അനൂപിന് എന്താ സംഭവിച്ചതെന്ന്. ഒത്തിരി പ്രാർത്ഥനകൾക്കൊടുവിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ സമ്മാനമായിരുന്നു ഈ കുഞ്ഞ്. ഈ കുഞ്ഞിൻ്റെ പാൽപ്പുഞ്ചിരിയിൽ വിടർന്നത് മാതാപിതാക്കളായ ഞങ്ങളുടെ 100,000 സ്വപ്നങ്ങളായിരുന്നു. കുഞ്ഞിനെ കൈകളിലെന്തിയപ്പോൾ
ഹൃദയം തുടിച്ചു. മനസ്സ് പറഞ്ഞു, ഈ കുഞ്ഞാണ് ഇനിയെല്ലാം. ഞങ്ങളുടെ ശേഷിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും ഈ കുഞ്ഞിനർപ്പിച്ച് കുഞ്ഞിക്കാലുകളും കൈകളും വളർന്നത് കാത്ത് ഞങ്ങൾ ദിവസങ്ങളെണ്ണി. ആദ്യാക്ഷരങ്ങളുടെ ലോകത്തേക്ക് മോൻ പിച്ചവെച്ച് നടന്നപ്പോൾ ഞങ്ങളുടെ കണ്ണും മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ചോര നീരാക്കി രാവും പകലും മറന്ന് സ്വന്തം സന്തോഷങ്ങളും സുഖങ്ങളും മാറ്റിവെച്ച് മകന് വേണ്ടി മാത്രം കരുതി. പക്ഷേ ഞങ്ങളുടെ പൊന്നുമോനെ കാത്തിരുന്ന ചതിക്കുഴികൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് അനൂപ് തെറ്റായ വഴികളിൽ അകപ്പെട്ടത്? മക്കളെ, വെറും നിസ്സാരമെന്ന് തോന്നുന്ന തെറ്റുകളിലൂടെ അവൻ വലിയ തെറ്റുകളിൽ അകപ്പെടുകയായിരുന്നു. നന്നായി പഠിച്ചിരുന്ന അവൻ തെറ്റായ ചില സൗഹൃദങ്ങളിൽ അകപ്പെട്ടു. അവൻ ആദ്യമായി സിഗരറ്റ് വലിച്ചു തുടങ്ങിയത് എന്നാണെന്ന് എനിക്കറിയില്ല. വെറുമൊരു സിഗരറ്റ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്കത് തള്ളിക്കളയാം. പക്ഷേ 3000-ലധികം വിഷവാതകങ്ങളാണ് ഓരോ കവിൾ പുകയിലും അടങ്ങിയിരിക്കുന്നത് എന്ന സത്യം അന്നവനോട് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല. മാത്രമോ, ശ്വാസകോശ ക്യാൻസർ മുതൽ ഹൃദ്രോഗം, ആസ്മ, വൃക്കരോഗങ്ങൾ, TB, ന്യൂമോണിയ തുടങ്ങിയവയ്ക്കെല്ലാം പുകവലി കാരണമാകുന്നു. പുകവലി രക്തസമ്മർദ്ദം ഉയർത്തുകയും അതുവഴി പക്ഷാഘാതം ഉണ്ടാക്കുകയും ചെയ്യുന്നു. മരണദൂതനാണ് സിഗരറ്റ് എന്ന സത്യം അവൻ്റെ അധ്യാപകർ പല പ്രാവശ്യം അവനോട് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അതൊന്നും അവൻ കേട്ടില്ല. അപ്പോഴേക്കും പാൻപരാഗിനും അവൻ അടിമയായി കഴിഞ്ഞിരുന്നു. മക്കളെ, നിങ്ങളെങ്കിലും അറിയണം പാൻ മസാല വരുത്തി വയ്ക്കുന്ന ദുരന്തം. വായിലെ ക്യാൻസറിന് ഏറ്റവും വലിയ കാരണമാകുന്നത് പാൻ മസാലകളാണ്. പാൻ മസാല ഉപയോഗിച്ച് വായിൽ ക്യാൻസർ ബാധിച്ച 100 കണക്കിന് കൗമാരക്കാരുടെ കേസുകളാണ് നമ്മുടെ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യാൻസറിന് മുന്നോടിയായുള്ള ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന അവസ്ഥ പാൻ മസാല ഉപയോഗിക്കുന്നവർക്കിടയിൽ വ്യാപകമാണ്. ഇത് ക്രമേണ ലൂക്കേപ്ലാക്കിയ എന്ന അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി ഒടുവിൽ അത് ക്യാൻസറായി മാറുന്നു. പാൻ മസാലയുടെ ലഹരി ഉമിനീരിലൂടെയാണ് പടരുന്നത്. ചില പാൻ മസാലകളിൽ ഗ്ലാസ് തരികൾ അടങ്ങിയിട്ടുണ്ട്. അവ നാവിൽ വരുത്തുന്ന മുറിവിലൂടെ വലിയ രോഗങ്ങളാണ് യഥാർത്ഥത്തിൽ അകത്തേക്ക് കടക്കുന്നത്. ഇതൊന്നും ആരും അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. അതിനിടയിൽ ക്യാമ്പസ് പ്രണയവും അവന് നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. ഒരു മിസ്ഡ് കോളിൽ തുടങ്ങിയ പ്രണയം പക്ഷേ വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചത്.